Hi, hello. Welcome back to Transportation Engineering class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൺവേ കറക്ഷനിലെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റൺവേ കറക്ഷൻ്റെ തിയറി പറഞ്ഞായിരുന്നു. ഏതൊക്കെ റൺവേ കറക്ഷൻസ് ആണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ കൂടാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. The length of a runway under standard conditions is 1500 meter. Okay, standard condition. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ആ എല്ലാ കണ്ടീഷൻസും ഉണ്ടെങ്കിൽ അവിടുത്തെ റൺവേയുടെ ലെങ്ത് എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. The airport is to be provided at an elevation of 110 meter. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 1500 ആയിരുന്നു, പക്ഷേ അവിടുത്തെ എയർപോർട്ട് 110 മീറ്റർ എബോവ് ആണ് ഇരിക്കുന്നത്, എബോവ് mean sea level. Okay. Also, the airport reference temperature is 32 degrees Celsius. Following data refers to the proposed longitudinal section of runway. Determine the correct length of runway. ഇതിന് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ റൺവേയുടെ എൻഡ് ടു എൻഡ് ഓഫ് റൺവേ തന്നിരിക്കുന്നത്. അതായത് ഓരോ പോയിന്റിൽ ടോട്ടൽ അതിൻ്റെ റൺവേ ലെങ്ത് ഒരു 2100 മീറ്റർ വരെയുള്ള അത്രയും ലെങ്ത് വരെയുള്ള ഒരു റൺവേ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ പോയിന്റ്സിലെയും ഗ്രേഡ് തന്നിട്ടുണ്ട്. ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ 0 to 300 വരെ മൂവ് ചെയ്യുമ്പോൾ റൺവേ 0-ൽ നിന്നും 300 മീറ്റർ വരെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും 1% ഇൻക്രീസ് ഉണ്ട് ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ അവിടെ ഒരു എലിവേഷൻ 1% ഗ്രേഡ് ഉണ്ട്. ദെൻ 300 to 900 പോകുമ്പോഴത്തേക്കും അത് ആ എലിവേഷൻ താഴുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പൊക്കം താഴ്ച അങ്ങനെ രീതിയിൽ അവിടെ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് തന്നിരിക്കുന്നത്. ബാക്കി ലെങ്ത്തും എയർപോർട്ടിന് റെഫറൻസ് ടെമ്പറേച്ചറും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്, ഗിവൺ ഡേറ്റാസ് എല്ലാം എഴുതുക. നമുക്ക് ലെങ്ത് ഓഫ് റൺവേ തന്നിട്ടുണ്ട്, എലിവേഷൻ എബോവ് മീൻ ലെവൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, നമുക്ക് എലിവേഷൻ കറക്ഷൻ ചെയ്യണം അല്ലേ. സോ എലിവേഷൻ കറക്ഷൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, മീൻ സീ ലെവലിൽ നിന്നും പെർ 300 മീറ്റർ കൂടുന്നതനുസരിച്ച്, എലിവേഷൻ പെർ 300 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റൺവേ ലെങ്ത് എത്ര കൂട്ടണം, 7% ഇൻക്രീസ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിയല്ലേ. സോ കറക്ഷൻ നമ്മൾ എങ്ങനെ കൊടുക്കണം, നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ലെങ്ത് എന്നത് ബേസിക് ലെങ്ത് ആയിട്ട് നമുക്ക് 1500 ആണ് തന്നിരിക്കുന്നത് അല്ലേ. സോ 1500 ഇൻറ്റു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 7% പെർ 300 മീറ്റർ റൈസ്. ഓക്കെ, 7% എന്ന് ഉദ്ദേശിക്കുന്നത് 7/100 ഇൻറ്റു പെർ 300 മീറ്റർ. നമുക്ക് റൈസ് ഉള്ളത് 300 അല്ല, 110 മീറ്ററേ ഉള്ളൂ. സോ 110 മീറ്റർ ബൈ 300. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെർ 300 മീറ്ററിലാണ് 7% കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ 300 മീറ്റർ ഇല്ല, 110 ഉള്ളൂ. സോ 110 ഡിവൈഡ് ബൈ 300. ബേസിക് റൺവേ ലെങ്ത് ഇൻറ്റു 7%, 7/100 ഇൻറ്റു 110 ബൈ 300. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38.5 മീറ്റർ ആണ് കറക്ഷനായിട്ട് കിട്ടുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 39 മീറ്റർ ആണ് നമ്മുടെ കറക്ഷൻ. അതായത് നമ്മുടെ ബേസിക് റൺവേ ലെങ്ത്തിൻ്റെ കൂടെ ഒരു 39 മീറ്ററും കൂടെ നമ്മൾ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ എലിവേഷൻ കറക്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, സോ എലിവേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ റൺവേയുടെ ലെങ്ത് എത്രയാവണം, 1500 പ്ലസ് 39. സോ 1539 മീറ്റർ അത്രയുണ്ടെങ്കിൽ നമ്മുടെ എലിവേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് കറക്ഷൻ എന്താണ് കൊടുക്കേണ്ടത്, കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചറിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ. നമ്മൾ ആദ്യം കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, മീൻ സീ ലെവലല്ല നമ്മുടെ എയർപോർട്ട് അല്ലേ, അവിടെ നിന്നും 110 മീറ്റർ മേളിലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് എലിവേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, മീൻ സീ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ നിന്നും പെർ 1000 മീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇവിടെ മീൻ സീ ലെവൽ 15 മൈനസ് നമ്മുടെ ഇവിടെ ഹൈറ്റ് എത്രയാണ്, 110 മീറ്റർ എബോവ് ആണ്. ഓക്കെ, സോ നമ്മുടെ കറക്ഷൻ എങ്ങനെയാണ്, പെർ 1000 മീറ്ററിന് 6.5 ഡിഗ്രി വെച്ച് കുറയ്ക്കണം. സോ ഇവിടെ ടോട്ടൽ ഹൈറ്റ് 110 ആണ്, ഡിവൈഡ് ബൈ 1000, പെർ 1000 ആണ്, ഇൻറ്റു 6.5. ടോട്ടൽ നമുക്ക് 14.28 ആണ് അറ്റ് ദാറ്റ് എലിവേഷൻ. അതായത് 110 മീറ്റർ എബോവ് ഉള്ള എലിവേഷനിലെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14.28 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ്
ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കിട്ടി. ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൻ്റെ റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 32 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. സോ 32 മൈനസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഡിഫറൻസ് കിട്ടും. ദെൻ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യണം? നമുക്കിനി കറക്ഷൻ അപ്ലൈ ചെയ്യണം. കറക്ഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അവിടുത്തെ റെഫറൻസ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് കൂടുന്ന അനുസരിച്ച് 1% വെച്ച് നമ്മുടെ റൺവേ ലെങ്ത് കൂട്ടിക്കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ കറക്ഷൻ ഫോർ അപ്ലൈ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1% ഇൻക്രീസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 1/100 ഇൻറ്റു 1539. അതായത് നമ്മുടെ എലിവേഷൻ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ ലെങ്ത്തിലാണ് ഇനി ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. സോ 1/100 ഇൻറ്റു 1539 ഇൻറ്റു ഇനി നമുക്കവിടെ വന്ന ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് 17.72. ടോട്ടൽ 17.72 ആണ് നമുക്കവിടെ വന്ന ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, സോ ഈക്വൽ ടു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 272.7 മീറ്റർ. ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 273 മീറ്റർ നമ്മൾ വീണ്ടും റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ ടോട്ടൽ കറക്റ്റഡ് റൺവേ ലെങ്ത് എത്രയായി? എലിവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1539 ആയി, പ്ലസ് ഇപ്പോഴത്തെ കറക്ഷൻ 273 കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 1812 മീറ്ററായി നമ്മുടെ കറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെക്ക് അല്ലേ, നമ്മളൊരു ചെക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ടോട്ടൽ കറക്ഷൻ, എലിവേഷൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും കൂടി ടോട്ടൽ കറക്ഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ 35%-നേക്കാളും, അതായത് ബേസിക് റൺവേയുടെ 35%-നേക്കാളും കൂടാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ അത് 311.7 മീറ്ററാണ് കിട്ടിയത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് നമ്മൾ കണ്ടുപിടിച്ചു. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടുപിടിക്കും ബേസിക് റൺവേനെ വെച്ചിട്ടാണ് നോക്കുന്നത് അല്ലേ. സോ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടുപിടിച്ചപ്പോൾ അത് 20.78% ഉള്ളൂ. ദാറ്റ് ഈസ് ICA പറയുന്ന അനുസരിച്ച് അത് 35 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ടെമ്പറേച്ചർ പ്ലസ് എലിവേഷൻ കറക്ഷൻ എന്ന് പറയുന്നത് ബേസിക് റൺവേ ലെങ്തിൻ്റെ 35%-നേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ ലെസ് ദാൻ 35% കിട്ടിയത്. അപ്പോൾ എന്താണ് അതിനർത്ഥം? നമ്മൾ ചെയ്ത കറക്ഷൻ ഒക്കെ കറക്റ്റാണ്. അപ്പോൾ അത് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് എന്താണ്? കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റിലേക്ക് പോകണം. ഓക്കെ, സോ കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു റൺവേയിലെ ഹയസ്റ്റ് പോയിന്റ്, RL ഓഫ് ഹയസ്റ്റ് പോയിന്റ് മൈനസ് RL ഓഫ് ലോവസ്റ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. ആ റൺവേയിലുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് മൈനസ് അവിടുത്തെ ലോവസ്റ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റൺവേ ലെങ്ത് ആണ് അവിടുത്തെ എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഗ്രേഡ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് അല്ലേ, റിഡ്യൂസ്ഡ് ലെവലായിട്ടല്ല തന്നിരിക്കുന്നത്. പക്ഷേ ആ റിഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഗ്രേഡ് പെർസെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ പോയിന്റിലെയും നമുക്ക് 0 to 300 മീറ്റർ അങ്ങനെ പല പല റേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. സോ ആ ഓരോ പോയിന്റിലെയും റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് നമുക്കൊരു ടേബിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആദ്യം ഇനിഷ്യൽ പോയിന്റ് 0 മീറ്റർ, ദെൻ 300 മീറ്റർ, 900 മീറ്റർ, 1500, 1800 അപ് ടു 2100 വരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ ഓരോ മീറ്ററിലും, അതായത് 0 to 300 മൂവ് ചെയ്യുമ്പം അവർ പറഞ്ഞിട്ടുണ്ട് ഗ്രേഡ് 1% ഇൻക്രീസ് ആയി. ദെൻ 300 to 900 ആകുമ്പോൾ -0.2 ആയിട്ട് അത് കുറഞ്ഞു. ദെൻ +0.5 അങ്ങനെ ആ ഗ്രേഡ് പേഴ്സൻറ്റ് തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? RL കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് 0 മീറ്ററിൽ നമ്മൾ കൊടുക്കുകയാണ്. അവിടുത്തെ RL 100 മീറ്റർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമുക്കൊരു ബെഞ്ച് മാർക്ക് വേണമെങ്കിൽ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ലെവൽ വേണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുവാണ് 0 മീറ്ററിലുള്ള റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് 100 മീറ്റർ ആക്കി ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 0 അതായത് മീൻ സെവലിൽ നിന്ന് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നു നമ്മൾ 100 മീറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ ബെഞ്ച് മാർക്ക്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ 0 to 300 മൂവ് ചെയ്തപ്പോൾ അവിടുത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് 1% ഇൻക്രീസ് ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ അവിടുത്തെ ആ പോയിന്റ് 0 to 300 ഇരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് മറ്റേനെ വെച്ചിട്ട് 1% മുകളിലാണ്. സോ 1% മുകളിലാണ്. അതിനർത്ഥം അത് കഴിഞ്ഞിട്ട് എന്താണ്? 300 to 900 പോയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ എലിവേഷൻ പിന്നെ താഴുകയാണ് ചെയ്തത്. അത് ആ പോയിന്റ് ഇതിനേക്കാളും കുറച്ചുകൂടി താഴെയാണ് ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 900 to 1500 മീറ്റർ വരെ പോയപ്പോഴത്തേക്ക് എന്തായി? അവിടെ ഒരു +0.5%, അതായത് ഇവിടെ നിന്ന് വീണ്ടും +0.5% കൂടുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ദെൻ അവിടെ നിന്നും നെക്സ്റ്റ് 1500 to 1800 പോയപ്പോഴത്തേക്ക് എന്താണ് അർത്ഥം? വീണ്ടും അത് 1% കൂടി. സോ ആ ഒരു ഡിഫറൻസ് ആണ്, ആ പോയിന്റ്സിൻ്റെ ആ ഒരു കയറി ഇറങ്ങിയുള്ള ആ ഒരു എലിവേഷൻ ഡിഫറൻസ്, ആ അണ്ടുലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് 0 to 300 പോയപ്പോൾ 1% കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ RL നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാം? 0 to 300 ഇനിഷ്യലി നമ്മുടെ RL 100 ആയിരുന്നു, പ്ലസ് 0 to 300 പോയപ്പോൾ 1% ഇൻക്രീസ് ആയി. 300 മീറ്ററിന് 1% ഇൻക്രീസ് ആയി. സോ നമ്മുടെ ഈ പുതിയ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് എന്താവും? 100 പ്ലസ് ആ 300 മീറ്ററിൽ ഇൻക്രീസ് ആയ 1%, ദാറ്റ് ഈസ് 103 മീറ്റർ. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞു 300 to 900 പോയപ്പോൾ എന്താ പറ്റിയത്? -0.2 ആയിട്ട് അത് താന്നു എന്നാണ് പറയുന്നത്. സോ ഇപ്പം നമ്മൾ ഓൾറെഡി 103ൽ നിൽപ്പുണ്ട്. അവിടെ നിന്നും എന്ത് പറ്റി? 0.2 റെഡ്യൂസ് ആയതുകൊണ്ടാണ് നമ്മുടെ മൈനസ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 900 to 300. 300 to 900 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇത് മൂവ് ചെയ്തത്? 600 മീറ്റർ മൂവ് ചെയ്തപ്പോൾ. നെക്സ്റ്റ് 600 മീറ്റർ അത് മൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ആ ഗ്രേഡ് 0.2% ആയിട്ട് കുറഞ്ഞു. സോ അവിടുത്തെ റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയായി? നമ്മൾ 300ൽ 103 ആയിരുന്നു, 103ൽ നിന്നും ഇത്രയും കുറഞ്ഞു. സോ ദാറ്റ് ഈസ് 101.8 മീറ്റർ. സിമിലർലി നെക്സ്റ്റ് 900 to 1500ലേക്ക് പോയപ്പം 5% ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ 101.8 ആണ്. പ്ലസ് അതിൽ നിന്നും നമ്മൾ 1500 വരെ എത്തിയപ്പോഴത്തേക്കും 900 to 1500 അത്രയും ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്തപ്പം 0.5% ഗ്രേഡ് അവിടുത്തെ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 101 പ്ലസ് കൂടുക ചെയ്ത് റെഡ്യൂസ് ലെവൽ അല്ലേ. സോ 101.8 പ്ലസ് ആ കിട്ടിയ വാല്യൂ ദാറ്റ് ഈസ് 104.8 മീറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് 1500 to 1800 പോയപ്പോൾ എന്താ പറ്റിയത്? 1% വീണ്ടും കൂടി. ഓക്കെ, സോ അതിനനുസരിച്ച് നമ്മൾ വീണ്ടും റെഡ്യൂസ് ലെവൽ കൂടി. ദെൻ അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു റിഡക്ഷനാണ്, അതായത് 0.3% അത് താഴേക്ക് വന്നു പോയിന്റ്. സോ അതനുസരിച്ച് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും 2100 വരെ നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റെഡ്യൂസ് ലെവൽസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കാം. ആ എല്ലാ പോയിന്റ്സിലെയും റെഡ്യൂസ് ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ റൺവേയിലുള്ള ഹയസ്റ്റ് പോയിന്റ് മൈനസ് ലോവസ്റ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ റൺവേ ലെങ്ത് ആണ് അല്ലേ. സോ എന്ത് ചെയ്യണം നമ്മൾ? ഹയസ്റ്റ് റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ 107.8 ആണ്, മൈനസ് ലോവസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. അത് ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ റൺവേ ലെങ്ത് ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് പെർസെൻറ്റേജിൽ കിട്ടും. അത് നമുക്ക് കിട്ടിയത് 0.43% ആയിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് 1% വെച്ച് കൂടുമ്പോൾ, എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് 1% വെച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20% കൂട്ടിക്കൊടുക്കണം നമ്മുടെ റൺവേ ലെങ്ത്. സോ അറ്റ് ദ റേറ്റ് ഓഫ് 20% ഫോർ ഈച്ച് 1% എഫക്റ്റീവ് ഗ്രേഡിയൻ്റ്. എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് ഓരോ % കൂടുന്ന അനുസരിച്ച് നമ്മുടെ റൺവേ ലെങ്ത് 20% ഇൻക്രീസ് ചെയ്യണം. സോ നമ്മുടെ എലിവേഷൻ കറക്ഷനും ടെമ്പറേച്ചർ കറക്ഷനും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1812 മീറ്റർ ആണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ കറക്ഷൻ കൊടുക്കുക. 0.43% ആണ് നമ്മുടെ എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 1%ന് 20% വെച്ചിട്ട് 0.43% എത്ര കറക്ഷൻ വേണം എന്നുള്ളത് ചെയ്യാം. സോ 20/100 ഇൻറ്റു 1812 ഇൻറ്റു 0.43. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 156 മീറ്റർ ആയിട്ട് കിട്ടി നമ്മുടെ പുതിയ കറക്ഷൻ. ഇത്രയും കറക്ഷൻ കൂടെ നമ്മളതിൽ ചെയ്യണം. സോ നമ്മുടെ ഫൈനൽ റൺവേ അല്ലെങ്കിൽ നമ്മൾ ഇനി ആ എയർപോർട്ടിൽ കൊടുക്കേണ്ട റൺവേയുടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ കറക്ഷൻ, അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി 1812 വരെ എത്തിയിട്ടുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഗ്രേഡിയൻ്റ് കറക്ഷൻ്റെ 156 മീറ്റർ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 1968 മീറ്റർ. അതായത് നമ്മൾ ആ എയർപോർട്ടിൽ കൊടുക്കേണ്ട റൺവേ ലെങ്ത് 1968 മീറ്റർ ആണ്. അത്രയും ലെങ്ത് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് എയർക്രാഫ്റ്റിന് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൺവേ കറക്ഷൻസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി എല്ലാവരും റെഫർ ചെയ്യുക, പ്രോബ്ലം ചെയ്ത് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു.